ഇന്ന് നമുക്ക് നാടൻ താറാവ് കറി വെച്ചാലോ? ഇപ്പം നമുക്ക് കിട്ടുന്നൊന്നും അത്ര നാടൻ താറാവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് കൂടുതലും ഈ കരയിൽ മാത്രം ഇട്ട് വളർത്തുന്ന താറാവാണല്ലോ കൂടുതൽ. അതായത് ഈ പണ്ടത്തെ പോലെയൊക്കെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ തോടുകളിലും അതേപോലെ പാടത്തും ഒക്കെ ഇങ്ങനെ താറാവിനെ വിട്ട് തീറ്റുമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തോട്ടിലൂടെ വള്ളത്തിൽ ആളുകളൊക്കെ താറാവിനെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് നല്ല ശരിക്കും അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇന്ന് അതൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ. കാരണം ഈ പാടത്ത് കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാടത്തെ എല്ലാ പുല്ലും വളർന്നിറങ്ങി തോടുകളിലേക്കായി. തോട് ഫുൾ പോളയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അങ്ങനത്തെ താറാവിനെ കാണാൻ കിട്ടാറില്ല. പിന്നെ ആകെ അതൊക്കെ ഉള്ളത് ഇപ്പോൾ കുട്ടനാട് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണ്. പിന്നെ കുമരകമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല നാടൻ താറാവിനെ കിട്ടും. ഈ നാടൻ താറാവെന്ന് പറഞ്ഞാൽ ഫുൾ എല്ലായിരിക്കും. പക്ഷേ ഈ കരയിൽ മാത്രം ഇട്ട് വളർത്തുന്ന താറാവിന് നന്നായിട്ട് മാംസമൊക്കെ കാണും. പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും നമ്മളുടെ നാടൻ താറാവിനെ വെച്ച് നോക്കുമ്പോൾ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരിയൊക്കെ പഠിക്കുന്ന സമയത്ത് തിരികെ വീട്ടിലേക്ക് വരുന്നത് AC റോഡ് വഴിയാണ് കേട്ടോ. ഈ AC റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുൾ ടോഡി ഷോപ്പ് കാണും കേട്ടോ. നിറയെ ടൂറിസ്റ്റൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല നാടൻ കള്ളപ്പവും അതേപോലെ തന്നെ കുരുമുളകിലൊക്കെ ഇട്ട് നല്ല വരട്ടിയെടുത്ത നല്ല ഈ താറാവിൻ്റെ തന്നെ എണ്ണ തെളിഞ്ഞ് കിടക്കുന്ന താറാവ് കറി കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അന്ന് കഴിച്ച ആ ടേസ്റ്റ് ഇപ്പോഴും നമ്മളുടെ നാക്കിലുണ്ട് കേട്ടോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും എൻ്റെ ഗുഡ് മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ആ സംഭവങ്ങളൊക്കെ എൻ്റെ ചേട്ടൻ്റെ കൂടെ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കയറി കഴിക്കുമായിരുന്നു കേട്ടോ. ഈ അപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരികയാണ് കേട്ടോ. ആ ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ ഒരു താറാവിനും ഇല്ല. അപ്പം നമ്മളുടെ താറാവ് കറിയുടെ റെസിപ്പി ഞാൻ സിമ്പിളായിട്ട് പറയാം കേട്ടോ. അത്യാവശ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ചേർക്കണം. എന്നിട്ട് എണ്ണയിലിട്ട് അതങ്ങോട്ട് മൂപ്പിക്കുക. അപ്പോഴാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ ഇറങ്ങുന്നത്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നമ്മൾ താറാവിനെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേണം താറാവിനെ വേവിക്കാൻ വെക്കാൻ. അപ്പോൾ ഈ മഞ്ഞളും ഉപ്പും ഒക്കെ പിടിച്ച് താറാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണേ അപ്പം തന്നെ ആ താറാവിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തോ കേട്ടോ. അധികം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടണ്ട കേട്ടോ. താറാവിനൊക്കെ കുറച്ച് എരിവുള്ളതാണ് കഴിക്കാനൊരു നമ്മൾക്കൊരു സുഖം. അപ്പോൾ നമ്മളുടെ ചീനിച്ചട്ടിയിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ വഴന്ന് ആ ഒരു സ്മെല്ല് നമ്മൾക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മളുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് താറാവ് കറിക്കൊക്കെ എപ്പോഴും നല്ലത്. സവോളയാണെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ചെറിയ ഉള്ളി തന്നെ എടുത്തോ. എത്രയും എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ നമ്മൾ ഓൾറെഡി താറാവിലിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ഇത്ര ഇട്ടാൽ മതി. മല്ലിപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റി ആ പൊടിയുടെ പച്ചമണം നല്ലപോലെ മാറണം കേട്ടോ. എന്താണെങ്കിലും നമ്മൾ ഏത് പൊടി വഴറ്റാൻ നിന്നാലും പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആവശ്യത്തിന് എത്രയാണോ വെള്ളം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അത് അവിടെ കിടന്ന് എണ്ണ തെളിയുന്നിടം വരെ മൂപ്പിച്ചെടുത്തിട്ട് താറാവിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളവും പിന്നെ നമ്മളുടെ ഈ ഗ്രേവിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ചാറൊന്ന് കുറുകി വരുന്നിടം വരെ വേവിക്കുക കേട്ടോ. താറാവൊക്കെ വേവണമെങ്കിൽ ഒരു 4-5 വിസിലെങ്കിലും വേണം. എപ്പോഴും നമ്മൾ നേരത്തെ അതിനെ വേവിച്ച് ആ പ്രഷറിൽ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ നല്ല. അപ്പോൾ നമ്മളുടെ നാടൻ താറാവ് കറിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നത്തെ താറാവിന് താറാവ് കറിയും പപ്പടവും ക്യാരറ്റ് തോരനും സിലോപ്പിയായിരുന്നു കേട്ടോ. നല്ല വിളഞ്ഞ സിലോപ്പിയാണ് കിട്ടിയത്. ചില സമയത്തൊന്നും അത്ര ടേസ്റ്റുള്ള സിലോപ്പി ആയിരിക്കില്ല. പക്ഷേ ഇന്ന് നമുക്ക് നല്ലതിനെയാണ് കേട്ടോ കിട്ടിയത്. നല്ല സിലോപ്പിയ ഫ്രൈ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടായിരുന്നു ഉച്ചയൂണ്. പിന്നെ നമ്മൾക്ക് ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് വിശേഷം ഇതൊക്കെയായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വിശേഷവും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ.